ഇവിടെ വന്നിട്ട് ആനണെങ്കിൽ ഇന്നാളെ ഇപ്പൊ തൊണ്ടൊക്കെ പൊട്ടി കിടക്കോ ഒച്ചിട്ടിട്ട് ബാത്റൂമിനെ വിളിക്കും 1/2 മണിക്കൂർ 3/4 മണിക്കൂറായിട്ട് അവര് വരുന്നത്. ഈ തിന്നാണ്ടില്ലേ അവിടെ വന്നിട്ട് ഇവിടെ വരെ തന്നെ ഓടിച്ചു. അത് കളഞ്ഞു മൊത്തം കളഞ്ഞു. പിന്നെ മേലെ മിഞ്ഞാണ്ട് അവിടുന്ന് വന്നു. ഞാനും ഭാര്യ മാത്രം ഓടിക്കാനുള്ളൂ. മക്കള് പെൺകുട്ടികൾ 2 എന്ത് ചെയ്യാനാ? ഇവര് വിളിക്കുമ്പോൾ ഇവര് വരെയില്ല. നമുക്ക് നെഞ്ച് പൊട്ടി പോവാ. ഇത്ര നെല്ല് തിന്ന് കളയാച്ചാല് ഭയങ്കര ബുദ്ധിമുട്ടാ. ഇതാക്കിക്കൊണ്ട് ടോർച്ച് അടിക്കുന്നതുകൊണ്ട് മിണ്ടാണ്ട് അവിടെ നിന്ന് പിന്നെ വയലിറങ്ങിയിട്ട് പിന്നെ ഓടിക്കുമ്പോൾ ഇങ്ങോട്ടാ വരുന്നത്. ഭയങ്കര സങ്കടം കരച്ചിലാ വരും നമുക്ക്. ഇത്രയും പൈസ മുടക്കി ഞങ്ങൾ ചെയ്തല്ലേ ഇത്. ഇപ്പം അവരും വരുന്നുണ്ട്. അവർ വന്നിട്ട് ഓടിച്ച് അവരപ്പം തന്നെ പോകും. പിന്നെ ഇവർ ഉറക്കം ഒഴിഞ്ഞുകൊണ്ട് കാത്ത് നിൽക്കാന്ന് വരും അവിടുത്തെ ആളുകൾ, കൃഷിക്കാർ. ഒന്നും ആന വരുന്നുണ്ട്. മനുഷ്യർക്ക് കുറച്ച് ഇറക്കാൻ പറ്റുന്നില്ല. ഇത് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം എടുത്തും കൂടിയില്ല. ഈ കൊല്ലം എടുത്ത് ഇച്ചിരി നെല്ല് നന്നായിരിക്കുമ്പോഴേക്ക് ആന വന്ന് അപ്പടേ നശിപ്പിക്കുക. പിന്നെ ഞങ്ങൾ ജീവിക്കണ്ടേ? അന്ന് ആന ശല്യം ഇത്രയില്ല ആന ശല്യം. അന്ന് മുളകും തോട്ടം ഉണ്ടായിരുന്നു. ആനേ ഇല്ല അന്ന് കാലം. ഇന്നാണ് ഇത്രയും ആന. ഇപ്പൊ അങ്ങനെ പകലും ആന തന്നെ. മനുഷ്യർക്ക് നടക്കാൻ പറ്റുന്നില്ല. പകലും വരുന്നുണ്ട്. പകലും വരുന്നുണ്ട്. ഈ കൂപ്പിന് കഴിഞ്ഞപ്പോൾ ആന കാണാൻ കാണും. ഇതിലൊക്കെ വരാൻ പറ്റുന്നില്ല. പച്ചടിനൊക്കെ കാവിൽ വെച്ചാൽ ഉറക്കറിയോ ഇല്ല. ഇച്ചിരി ഉറങ്ങുക പിന്നെ ഓടി പായിക്കുക. നമ്മളല്ലേ കിടക്കുന്നത്. നമസ്കാരം. ഞാൻ വയനാട് ജില്ലയിലെ വീട്ടിക്കുറ്റി എന്ന് പറയുന്ന ഒരു വനഗ്രാമം കോളനിയിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കോളനിവാസികളുടെ വന്യമൃഗ പ്രശ്നം മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ അവർക്കിവിടെ കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, കൃഷിയൊക്കെ ഇപ്പോൾ ഉപേക്ഷിച്ച് ഹെക്ടർ കണക്കിന് ഭൂമി ഇവിടെ തരിശായിട്ട് കിടക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവരുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അവരിപ്പോൾ നേരിടുന്ന വന്യമൃഗ പ്രശ്നവും അതുപോലെ തന്നെ കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഒരു നല്ലൊരു എപ്പിസോഡാകും. കാരണം അവരുടെ അനുഭവങ്ങളാണ് അവർ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഏതായാലും നിങ്ങൾ എപ്പിസോഡ് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ഇനി ആ വീട്ടിക്കുറ്റി എന്ന് പറയുന്ന കോളനിയിലെ കുർമ സമുദായത്തിൽപ്പെട്ട ആ ഒരു ആളുകളോട് നമുക്ക് നേരിട്ട് ഇതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം. ആനയുടെ കാൽപ്പാടാട്ടോ ഈ കാണുന്നത്. ഇതൊരു വനഗ്രാമം ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ നോക്കിയാൽ കാണാം. ഇവിടെയും ഫോറസ്റ്റാണ്. ഇവിടെയൊക്കെ ഫോറസ്റ്റാണ്. ഒരു ഫോറസ്റ്റിൻ്റെ അകത്ത് തന്നെയാണ്, നടുക്കായിട്ടുള്ളൊരു പ്രദേശമാണ്. പക്ഷേ ഇത് ഫോറസ്റ്റ് ലീസ് ഭൂമിയാണെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇവരുടെ കൃഷി സ്ഥലങ്ങളാണ് മുമ്പ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തം ഇങ്ങനെ കയറി നശിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിനകത്തോടെയൊക്കെ നടന്ന് പോയിട്ടുണ്ട്. ഈ ഒരു പ്രദേശത്ത് ഇതൊന്നും ബാക്കിയില്ല കേട്ടോ. ഒരു ഫോറസ്റ്റിനോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് അതിനൊരു തർക്കവുമില്ല. പക്ഷേ ലീസ് ഭൂമിയാണ്. പക്ഷേ ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊന്നും ഉണ്ടോ, കാൽപ്പാടുകൾ മാത്രമേ കാണാനുള്ളൂ. എവിടെ നോക്കിയാലും കാൽപ്പാടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഉണ്ടോ, നിറയെ കാൽപ്പാടുകൾ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ നടക്കുന്ന പ്രദേശത്തുണ്ടോ, ഇതൊരു കാൽപ്പാട്. ഞാനിപ്പോൾ കാൽപ്പാടിൻ്റെ അകത്തോടെയാണ് നടന്നു പോകുന്നത്. എല്ലായിടത്തും കേട്ടോ. ഈ കണ്ടം മൊത്തം തീർത്തു. ഒന്നുമില്ല ഇവിടെ. ഈ കണ്ടങ്ങളിലൊന്നും ഇനി ബാക്കിയില്ല ഒരു സാധനം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കെട്ടിയാണ് കെട്ട്. ആ കെട്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സിമെൻ്റ് ഒന്നും ഇടാണ്ട് കെട്ടിയുകൊണ്ട് എന്നുണ്ടെങ്കിൽ ഈ ആന ഇത് പൊളിച്ചു. പൊളിച്ചിട്ട് അങ്ങോട്ട് വരും. ബ്രഹ്മഗിരി കെട്ടിയാണിത്. ഇവിടെ ഒരു കുളമുണ്ട്. പിന്നെ ഇതുണ്ട്, ഈ ഫെൻസിങ് ഒക്കെ ഇവർ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ഫെൻസിങ് ഈ നിലത്ത് തൊട്ടാണ്. ഈ നിലത്ത് വെട്ടുന്നതുകൊണ്ട് തന്നെ ഇത് എർത്തായി പോവാണ്. അതുകൊണ്ട് തന്നെങ്കിൽ ഇത് ഫലവത്തല്ല. ഇത് ഇങ്ങനെ എവിടെയെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടോ ഒരു ആനയ്ക്കുള്ള പ്രതിരോധ വേലി ഇത്തരത്തിൽ നിലത്ത് കൂടി തന്നെ ഇത്ര നിരുത്തരവാദിത്തപരമായിട്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുപോലെ തന്നെ ഇവർ കെട്ടുന്ന കെട്ടുകളെല്ലാം തന്നെ യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത കെട്ടുകളാണ്. ഇത് എത്ര വർഷം മുന്നേ ഉള്ള ഇത് കെട്ട് കുറേ വർഷമായിട്ട്. കുറേ അന്ന് തന്നെ നമ്മളിതിന് പരാതി വിടുകയും അങ്ങനെ പരാതി വിട്ടതിന് ശേഷം അവരിവിടെ വന്ന് വിജിലൻസ് അന്വേഷണം നടത്തി. ഇത് 5 ലക്ഷം രൂപേൻ്റെ മുകളിലാവാതെ 5 ലക്ഷത്തിൻ്റെ താഴെ റീച്ചാക്കിയിട്ടാണ് ഇവർ ചെയ്യുക. അപ്പോൾ അതിന് വിജിലൻസ് കേസെടുക്കില്ല. അപ്പോൾ അങ്ങനെ നമ്മളന്ന് ഇവിടെ ജനങ്ങളെല്ലാം കൂടി ഒരു 150-200 ആളുകൾ കൂടി മെമ്പറെല്ലാം കൂടി അങ്ങനെ നമ്മളൊരു പരാതി ഗവൺമെൻറ്റിലേക്ക് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരിൽ നിന്ന് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ടെക്നിക്കലി അവയർനെസ് ഇല്ലാത്ത ആളുകൾ ഇത് ചെയ്യരുതെന്നും അങ്ങനെയാണ് പോലീസിൻ്റെ കൺസ്ട്രക്ഷൻ വിഭാഗത്തിലേക്ക് അതിനുശേഷം കംപ്ലീറ്റ് വർക്കുകൾ വരികയും ചെയ്തു.
പക്ഷേ ഇതിപ്പോൾ ഇന്നാളെ ഞങ്ങൾ DFIൻ്റെ അടുത്ത് ഞങ്ങൾ ഇവിടുത്തെ മെമ്പർ അടക്കമുള്ള ചെന്ന് സംസാരിച്ചു കാര്യങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞ് കല്ല് ഇവിടെ ഉണ്ടല്ലോ, നമുക്കത് കെട്ടാൻ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം അവരൊരു തുടർ നടപടി എന്തോരം ആയെന്ന് അറിയില്ല. പക്ഷേ എന്തായാലും ശരി പ്രവർത്തനം നടന്നിട്ടില്ല. ശശി എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അയാൾ ഇവിടെ വന്നിട്ട് ഒച്ചെടുത്ത് അവർ വിളിക്കുമ്പോൾ അവർ വരും. അവർ വന്നിട്ട് എന്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആനയെ ഓടിക്കും. ആന ഓടിച്ചിട്ടുണ്ടെങ്കിൽ ആന അങ്ങോട്ട് മാറി വെക്കും, വീണ്ടും കൊണ്ടുവരും. അപ്പം നമ്മൾ ഇത് ഇന്നലെ വന്നാണ്, എല്ലാ ദിവസവും വരുന്നുണ്ട്. അപ്പം നമ്മളിവരോട് പറയുന്നുണ്ടെങ്കിൽ ഒരു 2 ആളെ സ്ഥിരമായിട്ട് വാച്ചർമാർ വെക്കുക അവിടെ വെച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആന ഓടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 10-25 ദിവസം കൊണ്ട് ഇത് വശം തീർന്നു. അവർക്ക് നെല്ല് കൊയ്ത് കൊണ്ടുപോകാവുന്നേ ഉള്ളൂ നമുക്ക് കൃഷിക്കാർക്ക്. അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം ഇവർ ചെയ്യുന്നില്ല. 3-4 കണ്ടം തീർന്നല്ലേ? 3-4 കണ്ടല്ല, ഇത് ഇവിടുന്ന് അവിടം വരെ തീർന്നില്ലേ? പകുതി വരെ തീർന്നു. അത് ഇവിടെ മാത്രമല്ല, ആ ഭാഗത്ത് കൂടെ എല്ലാം ഇവിടെ കൃഷി കുറഞ്ഞു. വീട്ടിക്കുറ്റി ഭാഗത്തുള്ള കൃഷി ഹെക്ടർ കണക്കിന് കൃഷി ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അത് വളരെ കുറഞ്ഞ ഏക്കർ കണക്കായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യാൻ താമസിക്കുന്ന ആൾക്കാർ കൂടുതൽ ഇവിടെ ഈ ഭാഗത്തുള്ള കുറുമ സമുദായക്കാരാണ്. പിന്നെ നാട്ടുകാർ ജനങ്ങളെല്ലാം ഉണ്ട്, എല്ലാ ജനങ്ങളും ഉണ്ട്. ഇവിടെ എത്ര വീട്ടുകാരുണ്ട്? ഇവിടെ കുറേ ആൾക്കാരുണ്ട്. 1, 2, 3, 4 ഇവരുടെ സെറ്റിൽമെൻറ്റ് തന്നെയുണ്ട്. ഉണ്ട്. അവർ കൃഷിയാണ് അവരുടെ ഉപജീവനമാർഗം. പക്ഷെ അത് ഇപ്പം തന്നെ ഇവരാരും ഇവിടെ കൃഷി ചെയ്യാൻ ഈ കാട്ടുമൃഗങ്ങളെ ശല്യം കൊണ്ട് രക്ഷയില്ലാതായി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നത്, ഇപ്പോൾ എല്ലാവരും തന്നെ വേറെ എന്തെങ്കിലും പണിക്ക് പോവാണ്. അങ്ങനെ വേറെ എന്തെങ്കിലും പണിക്ക് പോയിട്ടാണ് അവർ ജീവിതം ഇതാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ ആളുകളാണ് കൃഷി ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് വേറെ നമ്മൾ ആവശ്യപ്പെടുന്നത് ഇവരുടെ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ കോമ്പൻസേഷനാണ് നമുക്ക് കൃഷിക്കാർക്ക് കിട്ടുന്നത്. നശിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് കോമ്പൻസേഷൻ നമുക്ക് അല്ല പ്രധാനം, നമുക്ക് എന്നിട്ട് വരാതിരുന്ന തടഞ്ഞാൽ മതി. അത്രയും മാത്രം നമ്മൾ ശാശ്വതമായിട്ട് പരിഹാരം മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ ഇവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറയുന്നതല്ലാണ്ട് ഒരു കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇത് മൊത്തം തിന്ന് നിർത്തായിരിക്കും. ഇത് മൊത്തം തിന്ന് നിർത്താണ്. കണ്ടാ കൊയ്ത് എടുത്ത പോലെ ഉണ്ടല്ലോ. കൊയ്തിട്ട് ഞാനാണ് ആദ്യം വിചാരിച്ചത് ആന കൊയ്ത് കൊണ്ടുപോയി. ഇത് വന്നെങ്കിൽ അതൊരു 6 ആനകളുണ്ട് ഇപ്പോൾ ഇവിടെ. അത് തന്നെ ആദ്യം 1-2 ഉണ്ടാകുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, അത് CC ഭാഗങ്ങളിൽ ഗരേൻ്റെ അവിടം വരെ ഇത് പ്രതിരോധം ഇത് വന്നു. അത് റെയിൽ ഫെൻസിങ് വന്ന സമയത്ത് അവിടെ കയറാൻ പറ്റാണ്ടായിട്ട് ആനയ്ക്ക്. അപ്പോൾ അതിനുശേഷം അവിടെ ആ റെയിൽ ഫെൻസിങ്ങിൽ നമ്മുടെ നിർമ്മാണത്തിൽ അപാകത കൊണ്ട് അത് റെയിൽ ഫെൻസിങ് അടക്കം പൊളിച്ചിട്ടുണ്ട് ആന ഇവിടെ. അതും പൊളിച്ചോ? റെയിൽ ഫെൻസിങ്ങിന് അപാകത എന്നുണ്ടെങ്കിൽ ഇവർ നമ്മൾ കർണാടകയിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു 4-4 ആണെങ്കിൽ 4-4 ചാലെടുക്കും, കുഴിയെടുക്കും. അതിൽ ഫുൾ കോൺക്രീറ്റ് കയറി വരും. ഇവിടെ എന്നുണ്ടെങ്കിൽ വലിയ കുഴിയെടുത്തിട്ട് തടിക്ക വെച്ച് കോൺക്രീറ്റ് ചെയ്യും. എന്നിട്ട് അരിയിൽ നിന്ന് മണ്ണ് കംപ്രസ് ചെയ്യാം. അപ്പോൾ അതെന്നുണ്ടെങ്കിൽ എത്ര കംപ്രസ് ചെയ്താലും ശരി പ്രകൃതിദത്തമായിട്ടുള്ള ആ ശക്തി അതിന് കിട്ടില്ല. അപ്പോൾ ആന വന്ന് തള്ളുമ്പോൾ മറിയും. പിന്നെ അതുപോലെ ഇതിന് റിവറ്റ് വെക്കാതെയാണ് ഇവർ നെട്ടും പോട്ട് വിട്ടുണ്ടാവുന്നത്. അങ്ങനെയാണ് അത് പൊളിഞ്ഞു പോയത്. ഒറ്റ വരവെന്ന് കംപ്ലീറ്റ് തീർന്നു. ഒരു വർഷത്തില്ല എത്ര ആന ഓടിക്കാനാണ് വരുന്നത്. ഊസം ആന ഓടിക്കുന്ന അപ്പം അവരും വരും. ഇപ്പം അവരും വരുന്നുണ്ട്. അവർ വന്നിട്ട് ഓടിച്ച് അവരപ്പം തന്നെ പോകും. പിന്നെ ഇവർ ഉറക്കം ഒഴിഞ്ഞുകൊണ്ട് കാത്ത് നിൽക്കാന്ന് വരും. അവിടുത്തെ ആളുകൾ കൃഷിക്കാർ വലിയൊരു പോരാട്ടമല്ല. വലിയൊരു പോരാട്ടമാണ്. ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ഘടന ഇത് തന്നെ. രാവിലെ ഒരു കൂലിപ്പണിക്ക് പോയിട്ട് വന്നിട്ടാണ് ഇവർ ചെയ്യുന്നത്. ശശി ഉണ്ടോ? ഈ വഴിക്കൊന്നും വരുന്നുണ്ടല്ലേ? അത് അവിടെ നിന്ന് വരും, ഈ ഇവിടെ നിന്ന് ഇങ്ങനെ വരും. എല്ലാ സൈഡിൽ നിന്നും വരൂല. പേരെങ്ങനെയാ? പേരെങ്ങനെയാ? ലക്ഷ്മി. പറഞ്ഞോ. ഒന്നും ആന വരുന്നുണ്ട്. മനുഷ്യർക്ക് കുറച്ച് കിടക്കാൻ പറ്റുന്നില്ല. ഇത് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം എടുത്തും കൂടിയില്ല, ഈ കൊല്ലം എടുത്ത് ഇച്ചിരി നെല്ല് നന്നായിരിക്കുമ്പോഴേക്ക് ആന വന്ന് അപ്പടേ നശിപ്പിക്കുക. പിന്നെ ഞങ്ങൾ ജീവിക്കണ്ടേ? കൂലിപ്പണി എടുത്ത് ഞങ്ങൾ ജീവിക്കുന്നതൊക്കെ കഴിഞ്ഞ കൊല്ലം ഫുള്ളും ഞങ്ങൾ എടുത്തിട്ടില്ല. ഈ കൊല്ലം എടുത്ത് നോക്കുമ്പോഴേക്ക് ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എത്ര കുടുംബങ്ങളുണ്ട്? എത്ര കുടുംബക്കാരുണ്ട് ഇവിടെ? കുടുംബക്കാരാ ഇവിടെ ഞങ്ങളിപ്പോ 6 കുടുംബക്കാർ. മീനാക്ഷിമാരുടെയും കൂട്ടി 7 കുടുംബം. അപ്പുറത്ത് അവിടെ വേറെ ഇല്ലേ? അപ്പുറത്ത് നിങ്ങൾ പോയിക്കോളി. ഇവിടെ 6 കുടുംബം. എത്ര വർഷമായി താമസിക്കാൻ തുടങ്ങിയിട്ട്? എത്ര വർഷമായി? എത്രയോ വർഷമായി അല്ലേ? കൊറേ വർഷമൊക്കെ ആയി. പണ്ട് മുതലുള്ള അച്ഛനച്ഛന്മാരായിട്ടുള്ള ഇവിടെയുള്ള പണ്ട് വെച്ചാൽ കൊറേ പണ്ടായിരുന്നു. 100 വർഷമൊക്കെ ഉണ്ടാവില്ല. 100 വർഷമൊക്കെ ഉണ്ടാവും. അന്നപ്പോ ഇത്രയും ആനയുടെ പ്രശ്നമില്ലായിരുന്നോ? അന്ന് ആന ശല്യം ഇത്ര ഉണ്ടോന്നില്ല. ഇത്രയില്ല ആന ശല്യം. അന്ന് മുളകും തോട്ടം ഉണ്ടായിരുന്നു, ആനേ ഇല്ല അന്ന് കാലം. ഇന്നാണ് ഇത്രയും ആന. അന്ന് ഉണ്ടാവും എപ്പോഴും ജീവിതം. ഇപ്പൊ അങ്ങനെ പകലും ആന തന്നെ. മനുഷ്യർക്ക് നടക്കാൻ പറ്റുന്നില്ല. പകലും വരുന്നുണ്ട്. പകലും വരുന്നുണ്ട്. ഈ കൂപ്പിന് കഴിഞ്ഞപ്പോൾ ആന കാണും. ഇതിലൊക്കെ വരാൻ പറ്റുന്നില്ല. പച്ചാടിനൊക്കെ ഞങ്ങൾക്ക് ദേശം മേടിച്ചൊക്കെ വരാൻ പറ്റില്ല.
ഇപ്പൊ തന്നെ അപ്പുറം വീട്ടിലത്തെ ബോഡി വന്ന് ബോഡിനെ തട്ട് പിന്നെന്താ എങ്ങനെ ജീവിക്കാൻ മരിച്ചിട്ട് വന്നിട്ട് ആന ഇതായതുകൊണ്ട് കടന്നു വരാൻ ബുദ്ധിമുട്ടപ്പെട്ടു. ഇങ്ങനത്തെ ജീവിതം ഇതെവിടെയും കുറേ പൊടിച്ചിട്ടുണ്ടാ, ഇതെവിടെയും പൊടിച്ച് അന്നങ്ങനെ അറിഞ്ഞത് കൊണ്ടാണ്. എല്ലാ ദിവസവും രാത്രി കാവലല്ലേ? കാവിൽ വെച്ചാൽ ഉറക്കറിയോ ഇല്ല, ഇച്ചിരി ഉറങ്ങുക പിന്നെ ഓടി പായിക്കുക. നമ്മളല്ലേ കിടക്കുന്നത്, അതാ ശശിയ ഓടിക്കാൻ പോകുമ്പോഴേക്ക് നമ്മൾ കിടക്കുക. ഓടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ ഓടിക്കും അല്ലേ? ചേട്ടൻ്റെ പേരെങ്ങനെയാ? പറഞ്ഞോ. ഇവിടുത്തെ നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങളിപ്പോ ഞങ്ങളുടെ ഇവിടെ വന്ന് താമസിച്ച് എപ്പോഴെന്നറിയോ? ഇവിടെ പിന്നെ പണ്ട് കാലത്ത് ഈ പട്ടാളം വന്ന് കൂടി ഓർമ്മ ഉണ്ടോ? അതൊന്നും ഓർമ്മ ഉണ്ടായില്ല. അതൊക്കെ നിങ്ങൾ പ്രസവിക്കുന്നതിന് മുമ്പാണ്. നിങ്ങൾ അച്ഛനൊക്കെ കൂടി അറിയില്ല. ബ്രിട്ടീഷുകാർ അവരിവിടെ ഈ കുഴി കുത്തിയാണ് പട്ടാളക്കാർ കൂടിയത്. കുഴി കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഇറങ്ങി പോണ സമയത്ത് ചോറോ കഞ്ഞിയോ ഉണ്ടെന്ന് വെച്ചെങ്കിൽ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് മൂടി പോയി. എന്നിട്ട് ഇതിലാണ് പോയത് പോലും എൻ്റെ അച്ഛൻ പറയുന്നത്. ഇതിൽ ഇവിടെ വാല് കിടക്കുമ്പോൾ തല കിടക്കുന്നത് ആ അടക്കത്തോട്ടത്തിൻ്റെ അപ്പുറത്ത് അത്രയാണ്. അത്ര ഈ അടക്കത്തോട്ടമല്ല അപ്പുറത്തെ അത്രയും ആളുണ്ടായിരുന്നു. പട്ടാളക്കാർ പോണത് ഒരാൾക്ക് 2 കഴുത. കഴുതയുടെ പുറത്ത് ഒരാൾക്ക് പിന്നെ ഇരിക്കുക, ഒരാൾക്ക് പിന്നെ ഈ ഇത് എന്ത് സാധനമൊക്കെ വെക്കുക. എന്നിട്ട് അങ്ങനെ പോയത്. ഇവിടെ എങ്ങനെ പോയെന്നറിയാം? അവിടെ ഈ വെറുതെ ഈ പ്രിൻസിപ്പലൊക്കെ അറിയാം, കൂളം കെട്ടുന്നത് ചെട്ടിമാരെ വീട്ടിൽ നിന്ന് കൂളം കെട്ടി അത് അരിയാക്കി കുത്തി അരിയാക്കി വത്തരി കൊണ്ട് കൊടുക്കുക. ഓരോ കാക്കന്മാർക്ക് ചെട്ടിമാർ കൊടുക്കുന്നതാണ്, ഇപ്പം ഞങ്ങളല്ല. അപ്പോൾ ചെട്ടിമാർ ഞങ്ങൾക്ക് അതിനുള്ള കൂലി തരും. അങ്ങനെയാണ് ഇവിടെ കൂലി എരിയാണെന്ന്. ആ കൂലിയായിട്ട് അരി കിട്ടും. അരി 3 മുസീർ അരി ഒരു പിന്നെ ഇതുകൊണ്ട് അളന്നു കഴിഞ്ഞാൽ 3 സീർ അരി കൊടുക്കും. അങ്ങനെ ജീവിച്ച ആൾക്കാരല്ലേ നിങ്ങൾ? അങ്ങനെ ഞങ്ങൾ ജീവിച്ച കൂടെ. ഇപ്പൊ എന്താ നിങ്ങളുടെ അവസ്ഥ? ഇപ്പോൾ പിന്നെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. ഇപ്പോൾ ഈ ഇക്കൊല്ലം മാത്രം ഇങ്ങനെ ഇവരൊക്കെ അറിയാം. പിന്നെ നെല്ല് പൊടിച്ച് ആന ഇവൻ്റെ അച്ഛനും മറ്റേ കഥ ഞങ്ങളത് അവിടെ ആ ഇത് കാണുന്ന അവിടെ മാടം കെട്ടിച്ച കുരവിൽ ആ പിന്നെ കാത്ത് പിന്നെ ആന വരുന്നതായിട്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഞാറിട്ടിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ തള്ളിയും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടുന്ന് വിളിച്ച് പറഞ്ഞ് ആന ഞാറിൽ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ അച്ഛൻ മറ്റൊക്കെ. അവിടുന്ന് അവർ പിന്നെ അച്ഛൻ മേടിച്ച് വന്ന് ആന ഓട്ടിച്ച് വിട്ട് അങ്ങനെ ഇതായി. പണ്ട് ആന പിന്നെ പ്രശ്നം വന്നപ്പോൾ ഈ കളമെന്ന് പറഞ്ഞത് മുത്താറി പറമ്പാ. പിന്നെ ഇവിടെ ഒരു വലിയൊരു മരമുണ്ട്, കോളിമരം. അപ്പോൾ അത് ചോട്ടുന്നൊരു പള്ളി പൊട്ടിച്ച് മുകളിൽ വരെ പോയി എത്തിയിട്ടുണ്ട്. ഇതൊരു ഷെഡായിരുന്നു. ഇതിൽ കമ്പ് മുത്തനും കാപ്പി മുത്തനും നിങ്ങൾക്കറിയാം, ഇവർക്കറിയില്ല. അവർ 2 പേര് കിടക്കുക. ഞങ്ങൾ കല്യാണം പോയിരിക്കുക. അവിടുന്ന് പിന്നെ അല്ല അത് പറഞ്ഞിട്ടെ. പിന്നെ അവിടുന്ന് അത് കഴിഞ്ഞ് അവിടുന്ന് അങ്ങ് പിന്നെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അവിടെ താഴെ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു വാഴക്കുണ്ടായിരുന്നു, അപ്പുറത്തൊരു വാഴക്കുണ്ടായിരുന്നു. ആ 2 വാഴക്കുണ്ടയിൽ നിന്ന് ആന. പിന്നെ അവിടുന്ന് ഇവിടെ വന്ന് നോക്കുമ്പോഴേക്ക് ഇവരോടി ആ മരത്തിൽ കയറി ഈ ഷെഡിൽ നിന്ന് ഓടിച്ച്. ഇവിടെ മരം ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊന്നും അറിയില്ല, വലിയ മരമാണ്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ശശി. ഇവിടെ വന്നിട്ട് ആനാണെങ്കിൽ ഇന്നാളെ ഇപ്പം തൊണ്ടൊക്കെ പൊട്ടി കിടക്കോ ഒച്ചിട്ടിട്ട് ബാത്റൂമിൽ വിളിക്കും 1/2 മണിക്കൂർ 3/4 മണിക്കൂറായിട്ട് അവർ വരുന്നത്. ഈ തിന്നാണ്ടില്ലേ അവിടെ വന്നിട്ട് ഇവിടെ വരെ എന്നെ ഓടിച്ചു. അത് കളഞ്ഞു, മൊത്തം കളഞ്ഞു. പിന്നെ മേലെ മിഞ്ഞാതെ അവിടെ നിന്ന് വന്നു. ഞാനും ഭാര്യ മാത്രം ഓടിക്കാനുള്ളൂ. മക്കള് പെൺകുട്ടികൾ 2 ആളും. എന്ത് ചെയ്യാനാ? ഇവർ വിളിക്കുമ്പോൾ ഇവർ വരെയില്ല. നമുക്ക് നെഞ്ച് പൊട്ടി പോകാ. ഇത്ര നെല്ല് തിന്ന് കളയാച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. അല്ലെങ്കിൽ ഇന്നലത്തെ ആ കമ്പീൻ്റെ അവിടെ വന്നിട്ട് നിന്നിട്ട്
ഇതാക്കിക്കൊണ്ട് ടോർച്ച് അടിക്കൊണ്ട് മിണ്ടാതെ അവിടെ നിന്ന് പിന്നെ വയലിറങ്ങിയിട്ട് പിന്നെ ഓടിക്കുമ്പോൾ ഇങ്ങോട്ടാണ് വരുന്നത്. ഭയങ്കര സങ്കടം കരച്ചിലാ വരും നമുക്ക്. ഇത്രയും പൈസ മുടക്കി ഞങ്ങൾ ചെയ്തതല്ലേ ഇത്. ഫോറസ്റ്റ് കഴിഞ്ഞ മുന്നത്തെ കൊല്ലം ഞങ്ങൾ ആനയിറങ്ങിയപ്പോൾ എഴുതി കൊടുത്തു. അപ്പോൾ ഞാനും ഒരാഴ്ചക്ക് കയറി ഇറങ്ങി. എന്നിട്ട് ഒരു 5 പൈസ തന്നില്ല അവര്. ഒന്നും കിട്ടിയില്ല. എന്താ ചെയ്യാ? അപ്പോ ഞങ്ങളുടെ 2 വാച്ചർമാരെ നിർത്തുന്നു പറഞ്ഞു. 2 വാച്ചർമാരെ നിർത്താൻ അപ്പൊ 2 വാച്ചർമാരെ ഓടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഞാനും പെണ്ണുങ്ങളാണ് ഓടിക്കുന്നത്. ഞങ്ങൾ 2 പേരല്ലേ. അപ്പൊ അവരും കൂടി സപ്പോർട്ട് കിട്ടില്ല നമുക്ക്. ഇതാ വരില്ല. അവരെ വിളിക്കുമ്പോൾ പറയും ഒന്നല്ലെങ്കിൽ വടക്കാടി പോലെ, ഒന്നല്ലെങ്കിൽ കാലാട്ട് മിനി പറയും, അവിടുന്ന് ഓടി എത്തണമെന്ന് പറയും. അപ്പം ഞാൻ ആ സാധനം തിന്നു കൊടുത്തു. നമ്മൾ ഓടിച്ചാൽ കയറ്റി പോകണമെങ്കിൽ നമ്മൾ കയറ്റി വിടും. നമ്മൾ കയറ്റി വിട്ട ശേഷമാണ് അവർ വരുന്നതും. വയലിൽ നിന്ന് കയറ്റി വിട്ട ശേഷം അവർ കുറച്ച് പടക്കം തന്നെ പറയും. പടക്കം പോലെ തന്നില്ല അവർ. ഇന്നാൾ 2 പടക്കം വെച്ച് 3 പടക്കം തന്ന് കുറച്ച് പടക്കം തരിക പറഞ്ഞപ്പോൾ. ഇതൊക്കെ ഭയങ്കര അവസ്ഥ. ഇതിപ്പോൾ പണിക്ക് പോലും പോകുന്നില്ല. ഞാൻ നമ്മൾ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. കൂലിപ്പണിക്ക് പോകാൻ പറ്റുന്നില്ല. ഈ ഒരു കോളനി എങ്ങനെ അറിയപ്പെടുന്നത്? ഇത് വീട്ടുകുറ്റി കോളനി. വീട്ടുകുറ്റി കോളനി. നിങ്ങളിവിടെ എത്ര കുടുംബമുണ്ട്? നമ്മളിവിടെ ഒരു 1 2 3 4 5 6 വീടുണ്ട്. ഇതിന്റെ അപ്പുറത്ത് വേറെ വീടുണ്ട്. അവരും കാവലാണ്. എന്നിട്ട് അവനാണ് മിഞ്ഞാന്ന് വന്നത് ഓടിക്കാൻ വേണ്ടി ഇവിടെ. എന്നിട്ട് അവർ വന്നിട്ട് ഫോറസ്റ്റുകാർ വന്നില്ല. ഉണ്ടാവും 10 30 20 വീടിന്റെ അടുത്ത് പോകും. ഉണ്ടാവും. കൃഷി ഇപ്പൊ മൊത്തത്തിൽ ഒഴിവാക്കുന്ന ഇതിലേക്കല്ല പോകും. അല്ല, കഴിഞ്ഞ ഞങ്ങൾ ഒഴിവാക്കിയതാണ്. ഇപ്പഴാണ് ഞമ്മള് എന്തായാലും കഞ്ഞി കുടിക്കണ്ടേ, പിന്നെ കന്നാലി പുല്ല് വേണ്ടേ. അപ്പൊ ഞാൻ ഇനിയിപ്പോ വിളയാത്ത നെല്ല് കൊയ്യാൻ പോകും നിൽക്കുക. അല്ലാണ്ട് എന്ത് ചെയ്യാനാ? ഈ പുല്ല് തന്നെ വേണ്ടേ. കഴിഞ്ഞ 6-8 ഉറുപ്പിക പുല്ല് വാങ്ങി. വിളയാത്തത് കൊയ്യാൻ പോകല്ലേ? വിളയാത്ത അല്ലാണ്ട് എന്ത് ചെയ്യാനാണ്? ഈ പുല്ലും കൊണ്ട് ഇതിപ്പോ 2 ദിവസം മതി തിന്നു തീർക്കാൻ. ഇത് ഓടിച്ചിട്ട് പോകുന്ന ആനാണെങ്കിൽ നമുക്ക് ഓടിച്ചിട്ട് കയറ്റി വിടാം. ഇത് പോകുന്നില്ല. മുമ്പോട്ടാ വരുന്നത്. പടക്കം ലൈറ്റും എല്ലാം. പക്ഷെ അവര് വരുമ്പോ വേഗം പോകും ആന. കാട്ടുകറിയാല് അവര് വരുന്നില്ല. മുട്ടിക്കൊമ്പനല്ലല്ലോ. മുട്ടിക്കൊമ്പനുണ്ട്. ഒരു ചെറിയാനയും ഒരു വലിയ ആനയും. 2 ആനാണ്. ഇന്നാൾ വന്ന് 3 ആന ചെക്ക് ഡാമിൽ വന്നു. ചെക്ക് ഡാമിൽ ഞങ്ങൾ ഓടിച്ചിട്ടു. അത് പിന്നെ പെട്ടെന്ന് ഓടിപ്പോയി. അത് കൂട്ടാണ് അമ്മയും മക്കളും. 6 ആനയിൽ കൂടുതലുണ്ട്. ഇപ്പൊ എന്താ ചെയ്യാ ഞങ്ങളിപ്പോ? ഇവര് പറയുമ്പോ ഇങ്ങനെയാണ് ചെയ്യുന്നത്. വേറെ ഏതെങ്കിലും മൃഗങ്ങളുടെ പ്രശ്നമുണ്ടോ? കടുവന്റെ പ്രശ്നമുണ്ട്. ഇന്നത്തെ അവിടെ ഒരു പശുവിനെ പിടിച്ചു. അത് പകൽ 10 പതിനോടെ പിടിച്ചത്. കുരങ്ങ് ഇന്നലെ ഊര് അതൊന്നു. ഇന്നലെ എല്ലാതും ശല്യമുണ്ട്. എല്ലാം തരണം ചെയ്ത് ഞങ്ങൾ ജീവിച്ചു പോകാൻ നമുക്ക് ബുദ്ധിമുട്ട്. കാലം ഈ ഉള്ളതിനെക്കാട്ടും കൂടുതലുണ്ട് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ. അല്ലെങ്കിൽ ഒറ്റ ആന ഉണ്ടാവുള്ളൂ. അത് വന്നാൽ ഓടിക്കുമ്പോൾ ലൈറ്റ് കാണുമ്പോൾ തന്നെ പോകും. ഇപ്പൊ പോകുന്നില്ല. ഇപ്പൊ ഉള്ള ആന അത് മുട്ടിക്കൊമ്പനും ചെറിയ ആനയും. ഇപ്പൊ തൊണ്ടൊക്കെ പൊട്ടിക്കിടക്കുക. ഇത് പണിക്കോരി ഒന്ന് കിടന്നുറങ്ങാൻ സമയമില്ല. മൊത്തം കളയോ അല്ലേ? മൊത്തം ഇതിവന് ഇങ്ങനെ നോക്കുന്നോണ്ട് മാത്രം ഇത് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഉണ്ടാവില്ല. ഒരു 20 ദിവസം കണ്ടോ ഇതാണ് ഒന്ന് തിന്നുണ്ടോ? ഒരു അരമണിക്കൂർ ഉറങ്ങിപ്പോയ എത്രയും പോയില്ലേ? 10 മിനിറ്റ് ഉറങ്ങിയാൽ മതി. ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ പൊടിക്കല്ലേ. 10 മിനിറ്റ് കൊണ്ട് തീരൂല്ലേ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ വന്നങ്ങ് തിന്നെ. ഈ വഴിക്കാ വന്നേന്ന് തോന്നുന്നല്ലേ? ഇതല്ലേ ഇന്നലെ രാത്രി ഇല്ല. ഇത് മിഞ്ഞാന്ന് വരാത്തന്ന്. അതല്ലേ? ഇതൊക്കെ നമ്മൾ കൃഷി എടുക്കാണ്ട് ഇവിടെയൊക്കെ നെല്ല് കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. കൃഷി എടുക്കാതിരിക്കുകയാണ്. കാരണം ഈ വന്യമൃഗ ശല്യം ആയതുകൊണ്ട് കൃഷി എടുക്കുന്നില്ല. കൃഷി എടുക്കുന്നില്ല. ഹെക്ടർ കണക്കിന് ഭൂമിയുണ്ട്. ഹെക്ടർ കണക്കിന് ഇവിടെ വളരെ 2-3 ആൾക്കാരെ കൃഷി ചെയ്തിട്ടുള്ളൂ. ബാക്കി ആരും കൃഷി ചെയ്തില്ല. അത് അവിടേക്ക് നമുക്ക് കാണാം. അങ്ങോട്ട് വന്നെ നമുക്ക് കാണാം. ആകെ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ അല്ലേ? ആകെ ഇവിടെ ഇപ്പൊ ഇത്തം ചെയ്തിട്ടുള്ളൂ.
പിന്നെ നമ്മൾ അവിടെ കുറച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മുകളിൽ വശത്ത് വീട്ടിക്കുറ്റി ഭാഗത്ത് ശശി ചെയ്യുന്നുണ്ട്. ശശി കുറച്ച് ചെയ്തിട്ടുണ്ട്. ഇത് കാണാൻ നമുക്ക് സ്ഥലം കാണാം, ഒഴിവായി കിടക്കുന്ന സ്ഥലം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു വീടിന്റെ പുറത്ത് തെങ്ങൊടിച്ചിട്ട് അതാണ് വീഡിയോ നമ്മൾ കണ്ടിരുന്നു. അത് ആ വീടാട്ടോ. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം. അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് നമ്മളന്ന് കണ്ട ആ ഒരു വയലാണ് ഈ കാണുന്നത്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ കാണിച്ചു തരാം. അന്ന് കണ്ടു നോക്കും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തെ ഭാഗം കേട്ടോ. ഇത് മറ്റൊരു ദിവസമാണ് ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ നോക്കി എന്തോരം സ്ഥലം കിടക്കുന്നത്. അതാണ് ഇത് ഹെക്ടർ കണക്കിന് ഭൂമിയാണ്. അത് അങ്ങോട്ട് നോക്ക് മൊത്തം. ഞാൻ പറയാം ഹെക്ടർ കണക്കിന് ഭൂമി വെറുതെ കിടക്കുകയാണ്. കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളാട്ടെ ഇതെല്ലാം. ഇതൊക്കെ ചുമ്മാ കിടക്കുമല്ലേ ഇപ്പോൾ? ചുമ്മാ കിടക്കുകയാണ്. ഒരു കൃഷി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം കൊണ്ടേ അതിജീവിച്ച ചില ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനാകെ കുടുങ്ങണം. ഒരാൾ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരും പശു മാത്രമായില്ലേ? പശുവും കൂലിപ്പണി. കൂപ്പിലേക്ക് കഴിഞ്ഞാൽ കടുവ പിടിച്ചു. കടുവ പിടിക്കൂല. ആ അപ്പോൾ ഫോറസ്റ്റിലേക്ക് ഇവിടെ എല്ലാം കടുവൻ്റെ ഏരിയ. അമ്മയും കുട്ടിയാണ് വീടിന്റെ മേലെ അങ്ങനെ പോയിട്ടാണ് അവരുടെ പോയി പിടിച്ചത്. അവിടുത്തെ കവുങ്ങെല്ലാം പോയി. ഇതുണ്ട് ഇതിങ്ങനെ ഇത് മൊത്തം ഇരിപ്പൂ കൃഷി ചെയ്യുന്ന ഇരിപ്പൂ കൃഷി ചെയ്യുന്ന ഭൂമിയായിരുന്നല്ല. ഇരിപ്പൂ കൃഷി കാണാൻ വെള്ളം തോട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ വരും. അതുകൊണ്ട് ഇരിപ്പൂ കൃഷി ചെയ്യുന്ന സ്ഥലമായിരുന്നു. അതൊന്നും എല്ലാം ഇല്ലാണ്ടായിപ്പോയി. നല്ല ഫലഭൂഷ്ടിയായ സ്ഥലം. ഫലഭൂഷ്ടിയായ ഭൂമിയാണ്. ഇവിടെ നമ്മൾ ഇവിടുത്തെ ആൾക്കാർ ഇവർ കൃഷി ചെയ്യുന്നതിൻ്റെ 4/1 പോലും അവർ കഴിക്കുന്നില്ല. ബാക്കിയുള്ള മുഴുവൻ വിപണിയിലേക്ക് വരികയാണ്. അപ്പോൾ ഇത് കൃഷി അതുകൊണ്ട് തന്നെ ഈ ഇതിന് സ്കേഴ്സിറ്റി വരുന്നുണ്ടല്ലോ. ഈ സാധനം ഇല്ലാണ്ട് വരുന്നതുകൊണ്ട് വിലവർദ്ധന ഉണ്ടാകും. ഇറക്കുമതി ചെയ്യുന്നു. അതുകൊണ്ട് ഇത് ശരിക്കും വേറെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വന്യമൃഗം വരാണ്ട് തടയുക, ശാശ്വത പരിഹാരം. അപ്പോൾ കൃഷിക്കാരനത് ചെയ്തോളൂ. അതാണ് വേണ്ടത്. അതിലിങ്ങനെ പോകുന്നത്. അവിടുന്ന് വന്നിട്ടില്ല. ഇതിപ്പോ ഇവിടെ ഒരാൾ കൃഷി ചെയ്തത്. അപ്പൊ ആ ഒറ്റയ്ക്കാണ്. ഒരാൾ ഒറ്റയ്ക്ക് അവിടെ കൃഷി ചെയ്യണ. അത്രയും കഷ്ടപ്പെട്ടാണ് കൃഷി ചെയ്യുന്നത്. കൃഷി ചെയ്യുന്നത്. അവിടെ നമുക്ക് പോണോ? ഇതിപ്പോ നമ്മൾ ഈ സ്ഥലം ഇത് മാത്രമേ കൃഷിയുള്ളൂ. ഇവിടെ കുറച്ച് ഇങ്ങോട്ടും അങ്ങോട്ടും ഒന്നും വെറുതെ കിടക്കാണ്. നമുക്കിങ്ങനെ കാണുമ്പോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് കൃഷിയല്ല, അത് വെറും പുല്ല് പിടിച്ച് കിടക്കുന്നതാണ്. വളരെ കുറഞ്ഞ ഏക്കർ കണക്കിന് കൃഷി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ചേട്ടൻ പറഞ്ഞ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ തന്നെയാണ്. കാരണം ഇപ്പോൾ കേരളം ഇപ്പോൾ ഒരു കൺസ്യൂമർ സ്റ്റേറ്റായി മൊത്തത്തിൽ മാറുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ഥലമില്ലാഞ്ഞിട്ടോ പണിയാൻ ആളില്ലാഞ്ഞിട്ടോ അല്ല, ആളുകൾക്ക് അത് പണിതിട്ട് പ്രത്യേകിച്ച് ഗുണമില്ലാത്തതുകൊണ്ട് ആരും പണിയുന്നില്ല, എല്ലാവരും ഒഴിവാക്കി പോവുകയാണ്. അതാണ് എൻ്റെ സത്യം. അപ്പോൾ നമ്മളിത് ഇത്രയും സ്ഥലം ഇവിടെ തരിച്ച് കിടക്കുന്നത് നമ്മൾ കുറേ ദൂരം കണ്ടു. ഇതുപോലെ തന്നെ പല സ്ഥലത്തുണ്ട്. ഇവിടെ ഈ അറ്റത്ത് ഒരു ഇത്രയും സ്ഥലം മാത്രമേ ഇപ്പോൾ കൃഷി ചെയ്യുന്നുള്ളൂ. ഒരാളൊറ്റയ്ക്ക് ഈ സ്ഥലം കൃഷി ചെയ്യണം. അവിടെയും അതുപോലെ തന്നെ അവിടെയും ഒക്കെ ഏർമാടൊക്കെ കെട്ടി പല പല ടെക്നിക്കുകളും ഇതുണ്ടോ, കുപ്പികളൊക്കെ കെട്ടി വെച്ച്, അതുപോലെ തന്നെ കല്ല് വീഴുമ്പോൾ മറ്റേ ലൈറ്റർ പൊട്ടുന്ന പരിപാടിയൊക്കെ ചെയ്തിട്ടാണ്. അതുപോലെ ഇത് കറണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? കറണ്ടില്ല. അതായത് പേടിപ്പിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെയൊക്കെ ചെയ്താണ് ഇപ്പോൾ ഇവിടെ ഇവർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ മാടത്തിൽ കിടക്കാൻ സുരക്ഷിതത്വമില്ല. കാരണം ആന വന്ന് മാടം തൊട്ടു അല്ലേ? അത് ഇവിടെ മാടത്തിൽ കിടന്നു കിട്ടണമെങ്കിൽ അവൻ ഉറങ്ങാൻ പറ്റില്ല, കണ്ണടയ്ക്കാൻ പറ്റില്ല. കണ്ണടച്ച് ആന വന്ന് തട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് രാത്രിക്ക് ഇവിടെ കാവൽ നിൽക്കുന്ന ആളെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ രാവിലെ പകലന്തിയോളം കൃഷിയെടുത്ത് എവിടെയും പോയിട്ട് കൂലിപ്പണി എടുത്തിട്ടാണ് ജീവിക്കുന്നത്. ആലോചിച്ച് എന്നിട്ട് വന്നിട്ടാണ് ഈ ഇതിന് കാവൽ ഒരു അവസ്ഥ. ഭയങ്കര അവസ്ഥയാണ്. മനുഷ്യന് ഉറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥയെ. ഇത് കൃത്യമായിട്ട് അവർ ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായ രീതിയിൽ ഇതൊരു പരിഹാരം കാണുക. ഈ ആളുകളെ കൃത്യമായിട്ടൊരു ഇനി ഒരു 10-20 ദിവസത്തെ ഒരു മാക്സിമം ഒരു മാസം വരെ അവരെ ഒന്ന് ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കൊയ്യാൻ പറ്റും. അതാണ് ചെയ്യേണ്ടത്. അതൊരു പറഞ്ഞിട്ട് ചെയ്യാമെന്ന് പറയാന്നുണ്ടെങ്കിൽ ഇവർ അവിടെ ഈ ഒരു വണ്ടിയിൽ ഒരു 5-8 ആളുണ്ടാവും. ഇവരൊരു സ്ഥലത്ത് കിടക്കും. ഇപ്പം ഇവിടെ ഇറങ്ങിയിട്ട് ആന ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ശശി വിളിക്കാന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ പറയും ഇന്ന സ്ഥലത്താന്ന് പറയും. അപ്പോൾ ഈ ശശി ഇവരെങ്ങനെ ഓടിക്കും. അങ്ങനെ അവരിവിടെ വന്നിട്ട് ഓടിച്ച് ഈ ആന അപ്പുറത്തേക്ക് എത്തും. അപ്പോൾ അവിടെ എത്തിയ സ്ഥലത്ത് ആന ഇറങ്ങിയിട്ടുണ്ടാവും. ഫലത്തിലെന്നുണ്ടെങ്കിൽ ഈ ആന എല്ലാ സ്ഥലത്തും ഇറങ്ങുന്നുണ്ട്. കാരണം ഇറങ്ങുന്ന സ്ഥലത്ത് അതിൻ്റെ വഴിച്ചാലിൽ തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് ഇത് വരാതിരിക്കും. ഇത് വെറുതെ നമ്മൾ ഇവർക്ക് കൂലി കൊടുക്കുന്നുണ്ട്, ഇവർ ഓടുന്നുണ്ട്, വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ എല്ലാം നശിക്കുന്നുണ്ട്. ശാശ്വതമായ പരിഹാരം ഇപ്പോൾ താൽക്കാലികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒറ്റൊന്നും ഇതാണ്. ഒരു 2 ആളുകളെ വെച്ചിട്ട് ഓരോ സ്ഥലത്ത് പിന്നെ അവിടുത്തെ ജനങ്ങളും ഉണ്ടാവും. അവരും കൂടി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു മാക്സിമം ഒരു മാസം കൊണ്ട് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ കൊയ്തെടുക്കാം. അതിനുള്ളൊരു സംവിധാനമാണ് ഇവർ ചെയ്യേണ്ടത്. അവരോട് ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ
ഒരു 11 മണിക്ക് വന്ന് പടക്കം പൊട്ടിക്കുക, പിന്നെ ഒരു 2 മണിക്ക് വന്ന് പടക്കം പൊട്ടിക്കുക. അങ്ങനെ ആ ആന ഇവിടെ നിൽക്കില്ല. ഈ ചെക്ക് ഡാമുള്ളതുകൊണ്ട് ഒന്നാം കൂടുതൽ ആന അവിടെ ശല്യം. ചെക്ക് ഡാമൊക്കെ ഈ ഗ്രാമത്തിനോട് ചേർന്നല്ലേ? ചെക്ക് ഡാം അത് ബ്രഹ്മഗിരി സൊസൈറ്റിയാണ് പണ്ടുണ്ടാക്കിയത്. പക്ഷെ അന്നെന്നുണ്ടെങ്കിൽ അന്ന് ശരിക്കും അവർ ഉദ്ദേശിച്ച ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ഈ മൃഗങ്ങൾക്ക് കാട്ടിൻ്റെ ഉള്ളിൽ സത്യത്തിൽ പറഞ്ഞെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് കാട്ടിൻ്റെ ഉള്ളിൽ എവിടെയും വെള്ളമില്ല. അപ്പോൾ ഈ വെള്ളം തേടി ഈ സാധനം എവിടേക്ക് വരികയാണ്? റവന്യൂയിലേക്ക്, ജനവാസ കേന്ദ്രത്തിലേക്ക് വരികയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം കാണട്ടെ എന്നുള്ള നിലയിലാണ് അവരത് ചെയ്തത്. അത് കറക്റ്റായിട്ടുള്ളൊരു വീക്ഷണമാണ്. അത് ഇവിടെ മാത്രമല്ല അപ്പുറത്തും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ കാട്ടിൻ്റെ ഉള്ളിലെല്ലാം തന്നെ ഇതിന് പറ്റിൻ്റെ വെള്ളവും ഭക്ഷണവും ഉണ്ടാവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. അത് ഇവർ ചെയ്യുന്നില്ല. അതേപോലെ ഇപ്പോൾ ഇവിടെ നിന്നുണ്ടെങ്കിൽ വേറെ ഒരു ഫണ്ടില്ല എന്നാണ് പറയുന്നത്. ഇത് ഇഷ്ടം പോലെ തേക്കുണ്ട്. ഈ തേക്ക് സെലക്ഷൻ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ കിട്ടും. അതുകൊണ്ടെന്നുണ്ടെങ്കിൽ ഈ മൃഗത്തിന് എന്താണ് പണി? ഈ കുരങ്ങ് മുതലായിട്ട് സാധനത്തിന് കാട്ടിൻ്റെ ഉള്ളിൽ തന്നെ വലിയ മറ്റേ സൂവിലൊക്കെ ചെയ്യുന്ന പോലെ നെറ്റ് മുകളിൽ കൂടി ഇട്ടിട്ട് അവിടേക്ക് കൊണ്ട് തുറന്നു വിട്ടാൽ മതി. അത് സ്വൈര്യമായി ജീവിക്കട്ടെ, അത് തിന്ന് ഇതായിക്കോട്ടെ, ആർക്കും എതിരില്ലല്ലോ. പക്ഷെ അത് ചെയ്യില്ല ഇവരെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് പ്രശ്നം ഉണ്ടാകുന്ന കുരങ്ങിന് പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ കൂടി വെച്ച് കാട്ടിനുള്ളിൽ എന്ന് പറഞ്ഞാൽ എവിടെ കൊണ്ടുവിടും. ഈ കൈത്തീറ്റ തിന്ന് പഠിച്ച കുരങ്ങ് ഒരു കാരണവശാലും അതെവിടെ നിൽക്കില്ല, കാട്ടിൽ നിൽക്കില്ല. അവൻ വീണ്ടും ഏതെങ്കിലും പ്രദേശത്ത് വരും, അടുക്കള വരെ കയറുകയാണ്. അതാണ് സ്ഥിതി. അത് ഇവരോട് പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇവരുടെ റിസർച്ച്, ഈ ഫോറസ്റ്റിൻ്റെ റിസർച്ച് എന്താണെന്ന് അറിയാം. അതുപോലെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ കാട്ടിനുള്ള ഒരു ജീവിക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഈ സെന്ന മാറ്റാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പണ്ട് വരികയെന്നുണ്ടെങ്കിൽ ചെത്തിയിട്ട് മണ്ണെണ്ണ ഒഴിക്കല, അത് അട്ടർ ഫെയിലിയർ ആയിരുന്നു. അത് ചെത്തനും മണ്ണെണ്ണ ഒഴിക്കലും കോടികളും അങ്ങ് തിന്നു. ഇപ്പം കുറേ വശത്ത് പരിക്കാൻ പൂർണ്ണമായിട്ട് റൂട്ട് ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് കറക്റ്റാണ്. പക്ഷെ അത് എത്ര കണ്ട് ഫലം, അത് പൂർണ്ണമായി ഒരു 2-3 വർഷം, ആദ്യത്തെ വർഷം പരിക്കുന്ന അത് കത്തിക്കുക, പിന്നത്തെ വർഷം അങ്ങനെ 3-4 വർഷം. അതിൻ്റെ പ്രത്യേകം എന്താണെങ്കിൽ ഇതിൻ്റെ വിത്ത് ഒരു 100 വിത്ത് ഉണ്ടെങ്കിൽ അതിൽ 98 മുളയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും മത്സ്യാവില്ല, ഇതിലേക്ക് ഭൂമിയിലേക്ക് ചെയ്യില്ല. 2, ഇതിൻ്റെ ഇലയോ സാധനങ്ങളോ പൂവോ കായോ ഒരു സാധനം തിന്നില്ല, ഒരു ജീവിയും തിന്നില്ല. ഇതിൻ്റെ വിറക് നമുക്ക് കത്തിക്കാൻ പറ്റില്ല. കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുക ഒരു ശ്വാസകോശത്തിന് പ്രശ്നം ഉണ്ടാകും. അത്രയും ഡേഞ്ചറസ് ഉള്ള അമേരിക്കൻ സീഡാണിത്. ഇത് പണ്ട് സോഷ്യൽ ഫോറസ്റ്റാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇതെന്തിനാണ് ശരിക്കും ഇവിടെ കൊണ്ടുവന്നത്? അത് സോഷ്യൽ ഫോറസ്റ്റിൻ്റെ ആളുകൾ അവരെന്തിനു കൊണ്ടുവന്നാണ്? അവര് ഇത് വനവൽക്കരണത്തിന് കൊണ്ടുവന്നാണ്. പെട്ടെന്ന് വനവൽക്കരണത്തിന് കൊണ്ടുവന്നത്. അത് വന്ന സ്ഥലം കംപ്ലീറ്റ് ഇപ്പം ഈ മുത്തങ്ങ, അതുപോലെ തന്നെ ഈ നമ്മുടെ കുറിച്ചാട് റേഞ്ച്, മുത്തങ്ങ റേഞ്ച്, അതുപോലെ തന്നെ ചെതലയം റേഞ്ച്, ഇതിൻ്റെ വനം കംപ്ലീറ്റും ഇവൻ കാർ തിന്നിരിക്കുക. അതാ ഏറ്റവും വലിയ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഈ ജീവിക്ക് ഒരു ജീവി പോലും മനുഷ്യനെ മനഃപൂർവ്വം ഉപദ്രവിക്കുന്നില്ല. അത് ജീവിക്കാൻ വേണ്ടി മാത്രം വരുന്നതാണ്, ഭക്ഷണത്തിന് വേണ്ടി വരുന്നതാണ്. നമുക്ക് വിശന്ന് കഴിഞ്ഞാൽ എന്താവും? അപ്പോൾ തന്നെ ഈ ഉദ്യോഗസ്ഥന്മാർ ഇതിന് വേണ്ടതായിട്ടുള്ള ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വാഹനം എടുത്ത് റവന്യൂയിലേക്ക് ഓടാതെ ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ അതിന് ശാശ്വതമായിട്ട് ഭക്ഷണത്തിനുള്ള സംവിധാനം ഉണ്ടാക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൃഗം വരില്ല. ഇതിനേക്കാളും വലിയ വന്യമൃഗശല്യമുള്ള വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ വന്യമൃഗത്തിൻ്റെ കൂടെ മനുഷ്യൻ ജീവിക്കുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ ഈ പ്രൊട്ടക്ഷന് വേണ്ടി വിദേശ ഫണ്ട് മേടിച്ചിട്ട് ഇവരടിച്ച് മാറ്റാമെന്നല്ലാണ്ട് അതും കൊണ്ട് ഒരു കാര്യമില്ല, ഫലവത്തായി ചെയ്യുന്നില്ല. അതാണ് ഇപ്പം എല്ലാവരും ഇപ്പം തന്നെ റെയിൽ ഫെൻസിങ്ങിന് വന്നു കഴിഞ്ഞാൽ റെയിൽ ഫെൻസിങ്ങിന് ഇവർ പ്രൊമോട്ട് അധികം ചെയ്യുന്നില്ല. ഇവർ തൂക്ക് ഫെൻസിങ്, ക്രാഷ് കാർഡ് ഫെൻസിങ്, തൂക്ക് ഫെൻസിങ് ആണെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു പൈസ അവർക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ കണ്ടില്ല, അവിടുത്തെ തൂക്ക് ഫെൻസിങ് കണ്ടില്ലേ? ഇതാണ് സ്ഥിതി. വേലി വിള തന്നെയാണ്. അതിനാണ് പരിഹാരം വേണ്ടത്. കൃഷിക്കാരെ സംരക്ഷിക്കുന്ന കാർഷിക നാടായ ഇന്ത്യയിൽ കൃഷിക്കാരെ സംരക്ഷിക്കുന്ന ഒരു ശക്തമായ നിയമമില്ല. അത് വന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ, ശാശ്വതമായിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളത് നമുക്ക് പറയാം. കർഷകരില്ലാതായിക്കൊണ്ടിരിക്കുക. ഇത്രയും ഭൂമിയല്ലേ ഇവിടെ പരിശായി കിടക്കണ്ടല്ലോ. ഇതിന്റെ അപ്പുറത്തുണ്ട്, ഈ നട്ടിന്റെ അപ്പുറത്തും ഇതാണ്, അവിടെ നല്ല വയലുണ്ട്. ശരിക്കും മനമെടുത്തൂലേ? മനമെടുത്തു, തൊണ്ട പൊട്ടിപ്പോയി. സങ്കടോടെ കരയാൻ പോലും പറ്റുന്നില്ല. എത്ര ദിവസമായി രാവും വാരും കഷ്ടപ്പെടുന്നു. ഇത് കൂലിപ്പണിക്ക് ഇപ്പം കൂലിപ്പണിക്ക് പോക്കില്ല. ഫോറസ്റ്റ് ധനസഹായം അവരും തരില്ല. അത് പിന്നെ ലീസ് ഭൂമി എന്ന് പറഞ്ഞിട്ട് അതാണ്. ലീസിൽ കൃഷിക്കാരനും മനുഷ്യനാണ് അവൻ. എവിടെയായാലും മനുഷ്യൻ ജീവിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. എത്രയോ കാലങ്ങളായിട്ടെന്നുണ്ടെങ്കിൽ നൂറ്റാണ്ടുകളായിട്ടുണ്ടാവും ചിലപ്പോൾ ഇവരുടെ അച്ഛനച്ഛന്മാരോട് വന്ന് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇവിടെ താമസിക്കാനും അവർക്ക് കൃഷി എടുക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം ലീസ് എന്ന് പറഞ്ഞിട്ട് അത് കിട്ടാതെ വരുന്ന ലീസിന്റെ പേരിൽ പല രീതിയിലും ഇവർക്ക് കിട്ടേണ്ട ഈ തുച്ഛമായ ആനുകൂല്യം പോലും കൊടുക്കുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിനുള്ളിലുണ്ട്. അപ്പോൾ അത് മനുഷ്യൻ എവിടെ ജീവിക്കുന്നോ അവൻ്റെ കൃഷിക്ക്, അപ്പോൾ ലീസിൽ ഉണ്ടായ നെല്ലാണോ അല്ലെങ്കിൽ റവന്യൂവിൽ ഉണ്ടായ നെല്ലാണോ നോക്കിയിട്ടാണല്ലോ അല്ലല്ലോ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇത് എവിടെ ഉണ്ടായാലും ശരി കാർഷിക വിളകളെ സംരക്ഷിക്കണം. അതാണ് നമുക്ക് നിലപാട് വേണ്ടത്. ഇതിങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം നമ്മൾ വലിയ അരിക്കൊക്കെ 1 കിലോയ്ക്കൊക്കെ 100-200 കാലമൊക്കെ വരും. പണിയെടുക്കുന്നത് എങ്ങനെ വാങ്ങും?
അത് ഇവിടെ ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞെങ്കിൽ ഒരു 10 ഹെക്ടർ കണക്കിന് ഭൂമി ഉണ്ട് ഇവിടെ അങ്ങോട്ട്. അപ്പൊ ഇതിൽ കൃഷി ചെയ്യുന്ന ഏക്കർ കണക്കിന് മാത്രമേ ഉള്ളൂ. അത് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെന്റിനോട് അന്വേഷിച്ച് നോക്കിയാൽ തന്നെ അറിയാം എന്തോരം കൃഷി എടുക്കുന്നുണ്ട്. നെൽകൃഷി എത്ര ഉണ്ട് അവരോട് ചോദിച്ചാൽ തന്നെ എത്ര ഉണ്ട് കുറയുന്നുണ്ട് അവർ കൃത്യമായിട്ട് പറയാം. അത്ര ഇങ്ങനെ കുറഞ്ഞ് ലോപിച്ചു വരികയാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ കർഷകർ സംസാരിച്ച കാര്യങ്ങൾ കേട്ടു, അവരുടെ വിഷമങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇപ്പോൾ വളരെ ഒരവസ്ഥയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സ്ഥലങ്ങളൊക്കെ കണ്ടു. മൊത്തം ഇപ്പോൾ കൃഷി ചെയ്യാതെ തരിച്ച് കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. എങ്ങനെ കൃഷി ചെയ്താലും മൊത്തം വന്യമൃഗങ്ങൾ കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹെക്ടർ കണക്കിന് സ്ഥലം ചുമ്മാ കിടക്കുവാണ്. ബാക്കിയുള്ള കുറച്ച് കർഷകർ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ആ കർഷകരെങ്കിലും നമ്മൾ പിടിച്ചു നിർത്തുകയാണ് ചെയ്യേണ്ടത്. അതെന്താണ് അതിനുള്ളൊരു നടപടി എന്നുള്ളത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ തീരുമാനം എടുക്കട്ടെ. ബാക്കിയുള്ള കർഷകരെയെങ്കിലും സംരക്ഷിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഇങ്ങനെ ഒരു സംഭവം കെട്ടുകഥ മാത്രമായി മാറും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.